ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ബാഗ് പാക്കിംഗ് ഒന്നും ഞാൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് അതൊക്കെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇനി എത്ര ദിവസം കൂടിയേ ഉള്ളൂ നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അതുമാത്രമല്ല നമുക്കിന്ന് 2 ഗസ്റ്റ് കൂടിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഒരു വീഡിയോ രാവിലെ തന്നെ അങ്ങ് എടുത്തേക്കാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ ഇരിക്കുന്നത്. കാരണം നല്ല മഴയുണ്ട് പുറത്ത്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് വീഡിയോ ഇന്ന് തന്നെ അങ്ങ് എടുത്ത് തുടങ്ങാമെന്ന്. ഇതും ഞാൻ 1-2 ദിവസം കൊണ്ട് ചെയ്ത് തീർത്തതാണ് കേട്ടോ. ഒറ്റയടിക്ക് ചെയ്ത് തീർക്കാൻ പറ്റില്ല. കാരണം നമുക്ക് കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ 1-2 ദിവസം സമയം എടുത്തിട്ടാണ് എൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്തെടുത്തത് തന്നെ. അപ്പോൾ അതെല്ലാം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേറെ ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതാ നല്ല മഴയാണ് കേട്ടോ പുറത്ത്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് വെച്ചതാണ്. ഇനിയിപ്പം ഇങ്ങനെ ഒരു മഴക്കാലമൊക്കെ കാണണമെങ്കിൽ അടുത്ത വർഷം ഞാൻ നാട്ടിൽ വന്നാലല്ലേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് എടുത്തു വെച്ചതാണ് കേട്ടോ. ഇത് ആക്ച്വലി എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി, കുറച്ച് ദിവസമല്ല. അപ്പം എഡിറ്റൊക്കെ ചെയ്തിടാൻ ഞാൻ കുറച്ച് ലേറ്റായി പോയിട്ടോ. അമ്മയും കൃഷു ആണെങ്കിൽ ഇവിടുന്ന് എന്തൊക്കെയോ പാട്ടൊക്കെ പാടിയിട്ട് കളിക്കുകയാണ്. പിന്നെ ABCD പറഞ്ഞു കൊടുക്കും, 1 2 3 പറയുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ഇപ്പോഴേ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ പോയിട്ട് അവൻ്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ അവിടുന്ന് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞ് കൊടുക്കുകയാണ്. പിന്നെ ഇവനാണെങ്കിൽ ടോയ്സ് എല്ലാം ഇങ്ങനെ വാരി വലിച്ചിട്ടിട്ടുള്ളതാണ് കേട്ടോ അവൻ്റെ പരിപാടി. ഇതൊക്കെ ഇങ്ങനെ എടുത്തിട്ടിട്ട് അവൻ്റെ പാട്ടിന് പോകും. അതിനെ കൊണ്ട് കളിക്കുകയും കാര്യങ്ങളൊന്നുമില്ല. അവനിങ്ങനെ വലിച്ചു വാരിയിടണം, അത് മാത്രമാണ് അവൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഞാൻ അവനെ കൊണ്ട് തന്നെ എടുത്ത് വെപ്പിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അച്ഛന് ഫോണൊന്ന് എടുത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അപ്പം ഞാനത് എടുത്ത് കൊണ്ട് കൊടുക്കുകയാണ്. അച്ഛൻ എന്തോ പുറത്തേക്ക് എങ്ങാനും പോവുകയാണ്, എന്തോ സാധനം എങ്ങാനും വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മേക്കപ്പ് ഐറ്റംസും പിന്നെ കുറച്ച് മാല, വള, കമ്മൽ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഇവിടെ ഇങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുകയായിരുന്നു. ഈ മേക്കപ്പ് ഐറ്റംസ് എന്ന് പറയുമ്പം കുറേയൊന്നുമില്ല കേട്ടോ. ഞാനങ്ങനെ ഭയങ്കരമായിട്ട് മേക്കപ്പ് ചെയ്ത് നടക്കുന്ന ഒരാളൊന്നും അല്ല. ഞാൻ വിചാരിച്ചു ആദ്യം ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന്. കാരണം എനിക്ക് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ ഇവന് പോളിയോ മരുന്നില്ലേ, അത് കൊടുക്കേണ്ട ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ അന്നെടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ സമയം കഴിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൃഷുവിനെയും കൊണ്ട് ഞാനും അച്ഛനും കൂടെ അടുത്തുള്ള ഹെൽത്ത് സെൻറ്ററിലേക്ക് പോവുകയാണ്. പോളിയോ കൊടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട്. ചെറുതായിട്ടൊരു മഴ ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ ഈ റെയിൻകോട്ടൊക്കെ ഇടിപ്പിച്ചത്. അതാണെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയതാ പോളിയോ കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞത് സൂചി വെക്കാൻ കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചുമ്മാ പേടിപ്പിച്ച് വിട്ടതാണ്. പിന്നെ അവിടെ എത്തിയിട്ട് ഇത് വായിൽ തുള്ളി മരുന്ന് കൊടുത്തപ്പം എന്തോ ഒരു എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആ വിരലിൽ ആ ഒരു സ്കെച്ച് പെന്നുകൊണ്ട് കളറാക്കിയില്ലേ, അത് പിന്നെ എല്ലാവരെയും വന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മൂപ്പർ. ഈ അടുത്ത് വോട്ട് ചെയ്യാൻ പോയ സമയത്ത് ഞങ്ങളെ കയ്യിലൊക്കെ ഇങ്ങനെ ഇട്ട് കണ്ടിട്ട് അവനും വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് അവർ കയ്യിൽ ഇങ്ങനെ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവന് മാത്രം കിട്ടിയതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും എൻ്റെ പണിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതെനിക്ക് ദേവ് കൊണ്ടു തന്നൊരു മാലയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് വെക്കുകയാണ്. ഇത് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുള്ളൊരു മസാജറാണ്. ചാർജ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. അത് വെച്ചിട്ട് ഹെഡിൽ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നല്ലൊരു പ്രത്യേക തരം ഒരു ഫീലാണ് കേട്ടോ. നല്ല രസമാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഓയിലൊക്കെ ഇട്ടിട്ട് അത് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കോളൂ, നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇതാ ഓരോന്നും എനിക്ക് ആവശ്യമുള്ളത് ഇതേപോലുള്ള ഒരു ചെറിയ പാക്കറ്റിലാക്കിയിട്ടാണ് വെക്കുന്നത്. കാരണം ഞാൻ അല്ലാണ്ട് ഇങ്ങനെ ബോക്സിൽ പാക്കറ്റിലൊന്നും ആക്കാണ്ട് ഈ കമ്മലും വളയും ഒക്കെ ഇങ്ങനെ ഇടുമ്പോൾ അതിൻ്റെ കളറൊക്കെ പോയിട്ട് ഒരുമാതിരി ചീത്തയായി പോവാറുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ പാക്കറ്റിലാക്കിയിട്ട് വെക്കുമ്പം അത് ഒന്നും ആയി പോവാറില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ എല്ലാം ബോക്സിലാക്കി വെക്കുകയാണ്. ഒരു 1-2 ബോക്സ് ഉണ്ട് എല്ലാം കൂടെ എടുത്ത് വെച്ച് നോക്കുമ്പം. പിന്നെ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ എടുക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത്. എപ്പോഴെങ്കിലും വരുമ്പം എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ 2 ഗസ്റ്റ്, എൻ്റെ മാമനും എൻ്റെ അമ്മമ്മയാണ്. അപ്പോൾ ഞാൻ പോകുന്നതായ
ആയതുകൊണ്ട് കുറച്ച് ദിവസം ഇവിടെ നിൽക്കാമല്ലോ ഞങ്ങളുടെ കൂടാന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ചിക്കൻ കറി ഉണ്ട്, പിന്നെ നല്ല തേങ്ങാ ചമ്മന്തി ഉണ്ട്, പിന്നെ എന്തൊക്കെയോ കറികളുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസം ആയതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇന്നിപ്പോൾ അമ്മമ്മയാണെന്ന് തോന്നുന്നു കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കിയത്. അമ്മമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ കറി അടിപൊളി ടേസ്റ്റാണ്. ചിക്കൻ കറി മാത്രമല്ല, അമ്മമ്മ എല്ലാം നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഇതിപ്പോൾ പിന്നെ ഞാൻ രാത്രിയാണ് കേട്ടോ പാക്കിങ്ങിന് വേണ്ടിയിട്ട് പെട്ടിയൊക്കെ എടുത്ത് ഇറങ്ങിയത്. കാരണം പകലൊക്കെ ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ സമയം അങ്ങ് പോയി. പിന്നെ ഇതാ രാത്രിയായപ്പോൾ ഞാനും അമ്മയും എല്ലാവരും കൂടെ വന്നിട്ട് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് കൃഷി കൊണ്ട് വന്നിട്ട് ഓരോന്നൊക്കെ എടുത്തിട്ട് കളിക്കുന്നു. അവൻ്റെ ഇടയ്ക്ക് പാക്കിംഗ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. ഞാൻ എടുത്ത് മടക്കി വെക്കുന്നതൊക്കെ തിരിച്ച് അങ്ങോട്ടേക്ക് എടുത്ത് കൊണ്ടുപോകുക എന്നൊക്കെ ഉള്ളതാണ് അവൻ്റെ പരിപാടി. അല്ലെങ്കിൽ അവന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇതും വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടിയിൽ കൊണ്ട് ഇടുകയും ചെയ്യും കേട്ടോ. അപ്പം അതൊക്കെ മാറ്റിയിട്ട് എങ്ങനെയൊക്കെയോ ആണ് ഞങ്ങൾ ചെയ്ത് തീർക്കുന്നത്. കുറച്ച് പേടിപ്പിച്ചൊക്കെ നിർത്തുന്നുണ്ട്. പിന്നെ അച്ഛൻ്റെ കൂടെ പറഞ്ഞു വിടാൻ വേണ്ടി നോക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ അതൊന്നും എന്താണ് ആൾ സഹകരിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും ഡ്രസ്സാണ് കേട്ടോ നമുക്ക് എടുക്കാനുള്ളത്. ഇതൊക്കെ കൊള്ളൂ ഇല്ലയോ എന്നൊന്നും അറിയില്ല. വെയിറ്റൊക്കെ നോക്കിയിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് വെക്കേണ്ടതായിട്ട് വരും. എന്തായാലും ഞാനിതൊക്കെ എടുത്ത് ഒന്ന് പെട്ടിയിലേക്ക് വെച്ച് വെയിറ്റൊക്കെ നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. പറ്റുമെങ്കിൽ ഇതൊക്കെ എടുക്കണം. കുറേ ഉണ്ട്. എന്തായാലും ഭയങ്കര പാടുള്ളൊരു പണിയാണ് കേട്ടോ ഈ പാക്കിംഗ് എന്ന് പറയുന്നത്. എന്തൊക്കെ എടുത്ത് വെക്കണം എന്നൊക്കെ ഉള്ള ഭയങ്കര ടെൻഷനും ആയിരിക്കും. പിന്നെ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും ഇട്ടിട്ട് കൊള്ളിക്കാനും പറ്റില്ല. വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾക്കിപ്പം എനിക്ക് 30 kg, കൃഷുവിന് 30 kg, അങ്ങനെ ടോട്ടൽ 60 kg എടുക്കാൻ പറ്റും. പിന്നെ 7 kg ഹാൻഡ് ബാഗും ഉണ്ട് കേട്ടോ. അപ്പോൾ 14 kg ടോട്ടൽ. അങ്ങനെയാണ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വെയിറ്റ്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ അത്രയും ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് കുറേ ഐറ്റംസ് കൊണ്ടുപോകാൻ പറ്റുമെന്ന്. പക്ഷേ അതൊന്നും നടക്കില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. കാരണം എങ്ങനെയാണെങ്കിലും ഈ വെയിറ്റ് ഈ 60 പിന്നെ 17 ഉള്ളത്, 17 അല്ല 14 ഉള്ളത് എങ്ങനെയാണെങ്കിലും അധികമായി പോകും കേട്ടോ. നമുക്ക് അത്രയും കാര്യങ്ങൾ ഉണ്ടാവും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. വെയിറ്റ് ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ കുറേ ഐറ്റംസ് എടുക്കാൻ. അതുകൊണ്ട് എന്തായാലും വെയിറ്റ് അധികം ആവുകയുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അലമാരയൊക്കെ ഒന്ന് പോയി തപ്പി നോക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ അവിടെ വെച്ച് മറന്നു പോയിട്ടുണ്ടോ. ഞാൻ വാങ്ങി വെച്ച കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം ഇതിൽ ഏതാണ്, ഇത് എടുക്കണോ എന്നൊക്കെ ഞാൻ അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം അത് വേണ്ട, ഏതോ ഒരു ഡ്രസ്സ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ബാഗിൽ ഞാൻ എൻ്റെയും കൃഷുവിൻ്റെയും നല്ല കുറച്ച് ഡ്രസ്സ് ഉണ്ടാവുമല്ലോ, അതാണ് എടുത്ത് അതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അച്ഛനോട് അത് വന്നിട്ടൊന്ന് വെയിറ്റ് നോക്കാൻ പറഞ്ഞതാണ്. പിന്നെ ഈ പെട്ടിയിലൊക്കെ ഞാൻ വീട്ടിൽ നിന്നൊക്കെ ഇടാൻ പറ്റുന്ന ഡെയിലി യൂസിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. കാരണം ഇതിൽ ബാക്കിയുള്ള എന്തെങ്കിലും പൊടികളും അങ്ങനത്തെയൊക്കെ വെക്കുമ്പോൾ ഡ്രസ്സിലൊന്നും എങ്ങാനും ലീക്കായാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ആവാറില്ല എന്നാലും. അപ്പോൾ നല്ല ഡ്രസ്സിലൊന്നും ആവണ്ടല്ലോ. അതുകൊണ്ട് നല്ലതെല്ലാം ഒന്നിലാക്കി ബാക്കിയുള്ളതെല്ലാം ഇതിലും ഇങ്ങനെ വെച്ചതാണ്. ഇതിപ്പോൾ 2ാമത്തെ ദിവസമാണ്. ആ ദിവസം ഞാൻ ഡ്രസ്സ് മാത്രമായിരുന്നു എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ 2ാമത്തെ ദിവസം ഞാൻ വാങ്ങിയ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു പാൻ എനിക്ക് അമ്മ വാങ്ങി തന്നതാണ് കേട്ടോ. അമ്മ എനിക്ക് വേറെയും കുറേ കാര്യങ്ങളൊക്കെ വാങ്ങി തന്നിട്ടുണ്ട്. എന്തൊക്കെയോ ഞാൻ ഇതിൻ്റെ നിറയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കൃഷുവിൻ്റെ ലോഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവനാണെങ്കിൽ ഒന്നും എടുത്ത് വെക്കാൻ സമ്മതിക്കുന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് അത് നോക്കട്ടെ, ഇത് നോക്കട്ടെ, ഇതെനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് എടുത്ത് കൊണ്ടുപോവാണ്. അപ്പം ഞാൻ ഇങ്ങനെ ചീത്ത പറയുന്നുണ്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ, നമ്മൾ മിസ്സായി പോവുമല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ ചീത്ത പറയുന്നുണ്ട്. പിന്നെ കൃഷുവിൻ്റെ ന്യൂട്രി മിക്സ് ഇല്ലേ, അപ്പോൾ അത് 2 ബോട്ടിൽ വാങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. അവനെ മുന്നേ ഞങ്ങൾ 1 kg വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അവന് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിയാറായി. അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 2 ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഇത് നിവേദിന് ഓർഡർ ചെയ്തിട്ടുള്ള കോക്കോപീറ്റാണ്, അതായത് ചകിരിച്ചോറ്. അപ്പോൾ ഇതൊരു 3 കിലോ ഉണ്ട്. അപ്പം 2 കിലോ ഞാൻ പറ്റുമോ നോക്കട്ടെ, വെയിറ്റിൻ്റെ കാര്യമൊക്കെ എങ്ങനെയാണെന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ എടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ 2 കിലോ എന്തായാലും എടുക്കേണ്ടി വരും. ഈ ഒരു 2 കിലോ എടുക്കുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. ഞാൻ കുറേ പറഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ സ്ഥാനത്ത് നമുക്ക് വേറെ എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യം എടുക്കാമെന്ന്. പക്ഷേ മൂപ്പർക്ക് അത് എടുത്തേ പറ്റുള്ളൂ എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. പിന്നെ കുറച്ച് ഈ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അതൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ ഇനിയിപ്പോൾ പോയാൽ കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ വരിക. അതുകൊണ്ട് കുറച്ച് അത്യാവശ്യം
അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നത്. ഞാൻ ഈ കഷ്ടപ്പെട്ട് എടുത്ത് വെക്കുന്നതൊക്കെ വെറുതെയാണ് കേട്ടോ. കാരണം പോകുന്നതിൻ്റെ തലേന്നോ അല്ലെങ്കിൽ അന്ന് രാവിലെയോ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പിന്നെ ഈ കഷ്ടപ്പെടുന്നതൊക്കെ വെറുതെ ആവും കേട്ടോ. അതാണ് ഇതിൻ്റെ വേറൊരു രസകരമായ കാര്യം എന്ന് പറയുന്നത്. 2 പെട്ടിയും ഞാൻ ഫുള്ളാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കൊരു കാർട്ടൂൺ ബോക്സാണ് എടുക്കാനുള്ളത്. അത് പോകുന്നതിൻ്റെ അന്ന് രാവിലെയാണ് കേട്ടോ പാക്ക് ചെയ്യുക. കാരണം അതിലന്ന് എടുത്ത് വെക്കേണ്ട കാര്യങ്ങളാണ് എല്ലാം ഉണ്ടാവുക. അതുകൊണ്ട് അത് അന്ന് ആണ് പാക്ക് ചെയ്യുക. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കേണ്ടതായിട്ട് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു പാക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.